ലോകം വീണ്ടും ഒരു വെടിമരുന്നിന്റെ കൂമ്പാരത്തിന്റെ മുകളിലെന്ന പോലെ ശ്വാസം മടക്കിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് മധ്യേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വിസ് നഗരമായ ജനീവയിലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ അടച്ചിട്ട മുറികൾക്കുള്ളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ രണ്ടാം ഘട്ട ആണവ നിർവ്യാപന ചർച്ചകൾക്ക് വേദിയൊരുങ്ങുമ്പോഴും പുറത്ത് അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുകയാണ്. നയതന്ത്രജ്ഞരുടെ ഭാഷയല്ല, മറിച്ച് യുദ്ധത്തിൻ്റെയും ഭീഷണിയുടെയും ഭാഷയാണ് ഇപ്പോൾ മധ്യേഷ്യയുടെ ആകാശത്തും കടലിലും മുഴങ്ങുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് വൻ സൈനിക വിന്യാസത്തിലൂടെ മറുപടി നൽകാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഇറാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് സമുദ്രത്തിലും ആകാശത്തും അമേരിക്ക നടത്തുന്ന വൻ നീക്കങ്ങൾ കേവലമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന ഒരു യുദ്ധത്തിനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പാണെന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി മധ്യേഷ്യൻ വ്യോമമേഖല സാക്ഷ്യം വഹിക്കുന്നത് അസാധാരണമായ സൈനിക നീക്കങ്ങൾക്കാണ്. സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാനെ മാനസികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെ വമ്പൻ ആയുധ ശേഖരമാണ് അമേരിക്ക മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലെ താവളങ്ങളിൽ നിന്നും പറന്നുയർന്ന അമേരിക്കൻ എയർഫോഴ്സിൻ്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന ടാങ്കറുകൾ, മാരക പ്രഹരശേഷിയുള്ള ഫൈറ്റർ ജെറ്റുകൾ എന്നിവയെല്ലാം ഇപ്പോൾ ഇറാന്റെ അതിർത്തികളിലേക്ക് വെളിപ്പാടകലെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. വെറും യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഇതിനൊപ്പം അണിനിരക്കുന്നുണ്ട്. CNN പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ജോർദൻ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ താവളങ്ങളിലേക്ക് സൈനിക ആവശ്യങ്ങൾക്കുള്ള ചരക്കുകളുമായി നൂറുകണക്കിന് കാർഗോ വിമാനങ്ങളാണ് പറന്നിറങ്ങിയത്. ഇത് സൂചിപ്പിക്കുന്നത് കേവലം ഒരു ഹ്രസ്വകാല ദൗത്യത്തെയല്ല, മറിച്ച് നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിനോ ഉപരോധത്തിനോ വേണ്ടിയുള്ള കരുതലാണ് അമേരിക്കൻ നടത്തുന്നത് എന്നാണ്. പ്രത്യേകിച്ച് ജോർദാനിലെ മുവാഫക് സാൾട്ടി വ്യോമത്താവളം ഇപ്പോൾ അമേരിക്കൻ വ്യോമസേനയുടെ ഒരു പ്രധാന ഹബ്ബായി മാറിയിരിക്കുകയാണ്. ജനുവരി അവസാനത്തോടെ തന്നെ 12ഓളം F-15 യുദ്ധവിമാനങ്ങൾ ഇവിടെ വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു. ജോർദാൻ തങ്ങളുടെ വ്യോമാതിർത്തി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കായി തുറന്നുകൊടുത്തു എന്നത് ഈ നീക്കത്തിന് കൂടുതൽ വേഗതയും സൗകര്യവും നൽകുന്നു. ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ഡേറ്റ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ചിത്രം ഭയപ്പെടുത്തുന്നതാണ്. 250ലധികം ഹെവി ലിഫ്റ്റ് കാർഗോ വിമാനങ്ങളാണ് ഈ മേഖലയിലേക്ക് ഇതിനോടകം സാധന സാമഗ്രികൾ എത്തിച്ചിരിക്കുന്നത്. ആകാശമാർഗമുള്ള ഈ വളയൽ തന്ത്രം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആകാശത്തെ നീക്കങ്ങൾക്കൊപ്പം തന്നെ സമുദ്രത്തിലും അമേരിക്ക തങ്ങളുടെ ശക്തി പ്രകടനം നടത്തുകയാണ്. ഇറാന്റെ തീരപ്രദേശങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്ന അമേരിക്കൻ കപ്പൽപ്പട ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ ഗൺബോട്ട് ഡിപ്ലോമസിയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഏകദേശം 3 ആഴ്ചയോളമായി ഇറാൻ തീരത്ത് നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെ ഒമാൻ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മാത്രം മതി ഒരു ചെറിയ രാജ്യത്തെ മുഴുവൻ ചാമ്പലാക്കാൻ. 5000-ലധികം സൈനികരും F-35 ഉൾപ്പെടെയുള്ള 90ഓളം അത്യാധുനിക യുദ്ധവിമാനങ്ങളുമാണ് ഈ കപ്പലിലുള്ളത്. എന്നാൽ അമേരിക്ക ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡിനെ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ പെന്റഗൺ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ 12ഓളം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യൻ സമുദ്ര മേഖലയിൽ റോന്തു ചുറ്റുന്നുണ്ട് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോർമൂസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകൾ നിയന്ത്രിക്കുക, ഇറാന്റെ നാവിക നീക്കങ്ങളെ നിരീക്ഷിക്കുക, ആവശ്യമെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുക എന്നിവയാണ് ഈ കപ്പൽപ്പടയുടെ ലക്ഷ്യം. സമുദ്രത്തിൽ നിന്നും ആകാശത്തു നിന്നും ഒരേ സമയം ആക്രമണം നടത്താൻ കെൽപ്പുള്ള ഈ ഉരുക്കു കോട്ടകൾ ഇറാന്റെ സൈനിക നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡിയായ സമുദ്രപാതയിൽ അമേരിക്കൻ കപ്പലുകൾ വിഹരിക്കുന്നത് സാമ്പത്തികമായും സൈനികമായും വലിയ ഭീഷണിയാണ്. സൈനിക വിന്യാസത്തിന് സമാന്തരമായി വാഷിംഗ്ടണിൽ നിന്നും ഉയരുന്ന രാഷ്ട്രീയ പ്രസ്താവനകളും ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ പോകുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ മുൻ നിലപാടുകളിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കടുപ്പമേറിയ ഭാഷയിലാണ് ഇറാനോട് സംസാരിക്കുന്നത്. ഇറാനിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുന്നതാണെന്ന് ഏറ്റവും നല്ല കാര്യമെന്ന ട്രംപിൻ്റെ പരസ്യ പ്രസ്താവന നയതന്ത്ര മര്യാദകളെ കാറ്റിൽ പറത്തുകയും ഇറാൻ ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുന്നതുമാണ്. ഒരു പരമാധികാര രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഈ പ്രസ്താവനകൾ ചർച്ചയുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. ആഴ്ചകളായി ട്രംപ് മുഴക്കുന്ന സൈനിക നടപടിയുടെ ഭീഷണി വെറും വാക്കുകളല്ല എന്ന് തെളിയിക്കുന്നതാണ് മേഖലയിലെ സൈനിക വിന്യാസം. ജനീവയിലെ ചർച്ചകളിൽ ട്രംപ് നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും തൻ്റെ ഏറ്റവും വിശ്വസ്തനായ പ്രതിനിധികളെയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കുഷ്ണറും അതുപോലെ വിശ്വസ്തനായ സ്റ്റീവ് വിറ്റ്കോഫും അമേരിക്കയെ പ്രതിനിധീകരിക്കുമ്പോൾ ഇത് കേവലമൊരു ഉദ്യോഗസ്ഥതല ചർച്ചയല്ല, മറിച്ച് ട്രംപിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന് വ്യക്തമാകുന്നു.
താൻ പരോക്ഷമായി ചർച്ചകളിൽ പങ്കാളിയാകുന്നുവെന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് മുന്നിൽ അമേരിക്ക വയ്ക്കുന്ന നിബന്ധനകൾ കടുപ്പമേറിയതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരേ സമയം ചർച്ചയുടെ വാതിലുകൾ തുറന്നിടുകയും മറുവശത്ത് തോക്കിൻമുലയിൽ നിർത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ തന്ത്രം എത്രത്തോളം വിജയിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്. ഈ സംഘർഷങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം ഇറാന്റെ ആണവ പദ്ധതികളാണ്. 2025 ജൂണിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം മേഖലയിലെ സമാധാനം തകർത്തിരുന്നു. അന്ന് ഇറാന്റെ 3 തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ നിർമ്മിത ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഈ സംഭവത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് കൂടുതൽ വേഗത കൂട്ടി എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ സംശയിക്കുന്നത്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഇറാന്റെ പക്കൽ ഇപ്പോൾ 60% പരിശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയമുണ്ട്. ആണവായുധം നിർമ്മിക്കാൻ 90% പരിശുദ്ധിയുള്ള യുറേനിയം ആവശ്യമാണെങ്കിലും 60% നിന്നും 90% എത്താൻ സാങ്കേതികമായി അധികം സമയം വേണ്ടിവരില്ല എന്നത് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നു. എന്നാൽ തങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതി ഉൽപ്പാദനത്തിനും വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. ആണവായുധം നിർമ്മിക്കാൻ ഉദ്ദേശമില്ല എന്നവർ പറയുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലും അത് മുഖവിലക്കെടുക്കാൻ തയ്യാറല്ല. ജനീവയിലെ ചർച്ചയിൽ പ്രധാന വിഷയവും ഇതുതന്നെയാകും. ഇറാനെക്കൊണ്ട് ആണവ പദ്ധതികൾ മരവിപ്പിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ മുൻകാല കരാറുകളിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രം ഉള്ളതുകൊണ്ട് ഇറാൻ ഇത്തവണ എളുപ്പത്തിൽ വഴങ്ങാൻ സാധ്യതയില്ല. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതിൻ്റെ സൂചനയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആരംഭിച്ച സൈനികാഭ്യാസം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ നല്ലൊരു പങ്കും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് മറുപടിയായി തങ്ങളുടെ മിസൈൽ ശേഷിയും നാവിക കരുത്തും പ്രദർശിപ്പിക്കുന്നത് വഴി യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ. ഈ സംഘർഷം മധ്യേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകളും ഇതേ സമയത്ത് ജനീവയിൽ നടക്കുന്നുണ്ട് എന്നത് യാദൃശ്ചികമല്ല. ലോകരാഷ്ട്രീയം സങ്കീർണമായ ഒരു ചിലന്തിവല പോലെയാണ്. ഇറാനും റഷ്യയും തമ്മിലുള്ള അടുത്ത ബന്ധവും അമേരിക്കയുടെ ഇടപെടലുകളും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇറാനെതിരെയുള്ള നീക്കം വിജയിച്ചാൽ അത് റഷ്യയ്ക്കും തിരിച്ചും ബാധിക്കും. അതുകൊണ്ട് തന്നെ ജനീവയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ചുരുക്കത്തിൽ ജനീവയിലെ ചർച്ചാമുറിയിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ മധ്യേഷ്യയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഭാവി നിർണ്ണയിക്കും. അമേരിക്കയുടെ ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ ഇറാൻ വഴങ്ങുമോ അതോ തിരിച്ചടിക്കുമോ? നയതന്ത്രജ്ഞരുടെ വാക്കുകൾക്ക് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലിനേക്കാൾ ശബ്ദമുണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുകയാണ്. സമാധാനത്തിനുള്ള അവസാനത്തെ കച്ചുതിരുമ്പായാണ് ഈ ചർച്ചയെ ലോകം കാണുന്നത്. അത് പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലുകൾക്കായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.